ആദ്യം നമുക്ക് തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഭരണസിരാ കേന്ദ്രം ഉൾക്കൊള്ളുന്ന മനോഹരമായ ജില്ല തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ശാലിനി ഉണ്ട് അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ. ശാലിനി, വലിയ ആവേശത്തിലാണ്, വലിയ അഭിമാനത്തിലാണ്. എന്തായാലും കേരളം അവരുടെ അടുത്ത 5 വർഷം അവരെ ആര് ഭരിക്കും, അവരെ ആര് നയിക്കുമെന്ന ജനം തീരുമാനം എടുത്തു കഴിഞ്ഞു അല്ലെ? തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ അത് അറിയാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 5:41. അതെ, എപ്പോഴാകും സ്ട്രോങ് റൂം തുറക്കുക, വരണാധികാരികൾ എപ്പോഴാകും എത്തുക, എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തലസ്ഥാന നഗരിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ശാലിനി. അശ്വതി, രാഖി, എന്തായാലും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിക്കുന്നു. എന്തായാലും രാഷ്ട്രീയ കേരളം അങ്ങനെ താപനില കുതിച്ചുയർന്നു നിൽക്കുന്ന മണിക്കൂറിലൂടെ കടന്നു പോവുകയാണ്. ഇനിയിപ്പോൾ കൃത്യം പറഞ്ഞാൽ ഒരുപക്ഷെ 2.5 മണിക്കൂർ തികച്ചില്ല ആ പെട്ടി പൊട്ടാൻ. ജനവിധി അറിയാൻ കേരളം ആര് ഭരിക്കും, തൂക്കുസഭയാണോ അതോ ആര് തൂക്കും കേരളം എന്നുള്ളത് കൃത്യമായി അറിയാൻ ഇനി 2.5 മണിക്കൂറിന്റെ അകലമില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും പറയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം എന്നുള്ളത്. 14 നിയോജക മണ്ഡലങ്ങളുണ്ട്. ശക്തിയേറിയ വാശിയേറിയ മത്സരങ്ങൾ നടന്ന 14 നിയമസഭാ മണ്ഡലങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് മാറിവാനിയസ് കോമ്പൗണ്ടിലാണ്, നാലാഞ്ചിറയിലാണ്. ഇവിടെയാണ് തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിലെയും EVM VVPAT പോസ്റ്റൽ വോട്ടുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിലെ നവജീവൻ കോളേജിന് മുൻപിലാണ്. ഇവിടെ കാട്ടാക്കട നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തൊട്ടടുത്ത് തന്നെ ചിറയൻകീഴ്, വർക്കല, കോവളം അടക്കമുള്ള, പാറശാല അടക്കമുള്ള മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ നമുക്ക് കാണാം. 6 മണിയോട് കൂടി തന്നെ എല്ലാ ഓഫീസർമാരും ഇവിടേക്ക് എത്തി തുടങ്ങി കഴിഞ്ഞു. ഓഫീസർമാർ എന്നുള്ളതാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർ, റിട്ടേണിംഗ് ഓഫീസർമാർ, മറ്റ് ഇലക്ഷൻ ഉദ്യോഗസ്ഥരടക്കമുള്ള 15 വിഭാഗം ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഇലക്ഷൻ ഏജന്റുമാർ അടക്കമുള്ളവരും ഇവിടെ എത്തും. ഇവരുടെ QR കോഡുകൾ അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് ഇവരെ ഓരോ മണ്ഡലങ്ങളിലെയും അവരുടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പോകും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവരെ ഓരോരുത്തരെയും ചെക്കിംഗ് ഒക്കെ നടത്തി ഉള്ളിലേക്ക് കയറ്റിവിടുന്നതാണ്. തൊട്ട് പുറകിലായി നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രോങ് റൂമുകൾ കാണാൻ സാധിക്കും. എനിക്ക് പിന്നിൽ കാട്ടാക്കടയുടെ സ്ട്രോങ് റൂമുകളാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 6 മണിയോട് കൂടി ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുമെന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരടക്കമുള്ളവരെത്തി അവരുടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം സ്ട്രോങ് റൂമുകൾ തുറക്കും. ശേഷം ഈ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന VVPAT മെഷീനുകളും EVM മെഷീനുകളും ഇലക്ഷൻ അല്ലെങ്കിൽ വോട്ടെണ്ണൽ നടക്കുന്ന ആ കേന്ദ്രത്തിലേക്ക്, ആ ഹോളിലേക്ക് എത്തിക്കും. 14 റൗണ്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അതിൽ ആദ്യ റൗണ്ട് എണ്ണി കഴിയുമ്പോൾ മുതൽ നമുക്ക് ആദ്യ സൂചനകൾ ലഭ്യമാകും. ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളാണ്. ഏകദേശം 50,000-ന് പുറത്ത് പോസ്റ്റൽ വോട്ടുകൾ കേരളത്തിലുണ്ട്. അതിൽ ഏകദേശം പോൾ ചെയ്തത് 30,000-ൽ പുറത്താണ്. അല്പസമയത്തിനകം വരെ തന്നെ ഈ ഒരു നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളത്. എന്തായാലും നിർണായകമായിട്ടുള്ളൊരു വിധി നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചായ്വ് എങ്ങോട്ടാണ്, ജനവിധി എങ്ങോട്ടാണ് എന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം അകലമേ ഉള്ളൂ. 2.5 മണിക്കൂർ എന്നുള്ളത് നിർണായകമാണ്. കേരളം ആര് ഭരിക്കുമോ, ഒരു ഭരണ തുടർച്ച കേരളത്തിൽ ഉണ്ടാകുമോ, അതൊരു ഭരണ മാറ്റമായിരിക്കുമോ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, അതോ ഒരു 3ാം മുന്നണിയുടെ ഉദയമായിരിക്കുമോ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു KPCC ആസ്ഥാനത്ത് പാൽപ്പായസ വിതരണത്തിനായിട്ടുള്ള കൗണ്ടറുകൾ ആരംഭിച്ചു. ഒപ്പം തന്നെ പന്തലിട്ട് അവിടെ മുഖ്യമന്ത്രിയെ വരവേൽക്കാനായി UDF കേന്ദ്രങ്ങൾ തയ്യാറെടുക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതീക്ഷ CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ മണിക്കൂറിൽ പ്രതികരിച്ചതും അത്തരത്തിൽ തന്നെയാണ്. എന്തായാലും ഒരു തൂക്കുസഭയായിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് എന്നുള്ള ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ നിൽപ്പുണ്ട്. അതുമാത്രമല്ല 75-80 സീറ്റുകൾ പിടിച്ച് UDF അധികാരത്തിൽ വരുമെന്നുള്ള എക്സിറ്റ് പോളുകൾ മറുഭാഗത്ത് നിൽപ്പുണ്ട്. ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. BJP-യുടെ വലിയ മുന്നേറ്റമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഏകദേശം 3 മുതൽ 15 സീറ്റ് വരെ കേരളത്തിൽ BJP ഇത്തവണ പിടിക്കുമെന്നുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്ന എക്സിറ്റ് പോളുകൾ. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും കുറച്ചധികം ആകാംക്ഷ കൂടി ഒരു തെരഞ്ഞെടുപ്പ് ലൈവായിരിക്കും ഇന്ന് രാവിലെ മുതൽ തന്നെ ജനം TV അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. കാരണം 2,71,00,000-ഓളം വരുന്ന വോട്ടർമാർ, ഏകദേശം 30,495 തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിലായി അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷനുകളിലായി പോൾ ചെയ്ത വോട്ടുകൾ അത് എണ്ണാൻ പോവുകയാണ്. കൃത്യമായി ആരായിരിക്കും കേരളത്തിൽ അധികാരം പിടിക്കുക എന്നുള്ളത് നമുക്കൊരു 10-11 മണിയോടുകൂടി അറിയാൻ സാധിക്കുകയും ചെയ്യും. എന്നാലും വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷ മാധ്യമങ്ങൾക്കുണ്ട്, പ്രേക്ഷകർക്കുണ്ട്, ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്കുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥികളുടെയൊക്കെ ചങ്കെടുപ്പ് കൂട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചിരുന്നു. കാരണം വലിയ മുന്നേറ്റമുണ്ടാകും. ഒപ്പം തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം വിധിയൊക്കെ ആയിരിക്കും ഇത്തവണ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേദിയാകാൻ പോകുന്ന
ഒരു തെരഞ്ഞെടുപ്പാകും ഇത്തവണ നടന്നത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് അല്പസമയത്തിനകം കേരളത്തിൽ അറിയാൻ പോകുന്നത്. എന്തായാലും റിട്ടേണിംഗ് ഓഫീസർമാർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവരൊക്കെ തന്നെ കൗണ്ടിംഗ് സെൻറ്ററിനുള്ളിലേക്ക് കയറും. അതിനുശേഷമായിരിക്കും ഈ സ്ട്രോങ് റൂം തുറക്കുക. സ്ട്രോങ് റൂം തുറന്നതിന് ശേഷം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മണിയോടുകൂടി പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. പോസ്റ്റൽ വോട്ട് ഇല്ലാത്ത നിയമസഭാ മണ്ഡലങ്ങളിൽ ആദ്യം എണ്ണുക ഈ പറഞ്ഞതുപോലെ തന്നെ EVM മെഷീനിലെ വോട്ടുകളായിരിക്കും. ആ വോട്ടുകൾ എണ്ണിയതിന് ശേഷമായിരിക്കും ആദ്യ ഫലസൂചനകൾ നമുക്ക് 8:00 അറിയുകയും ചെയ്യാം. എന്തായാലും വലിയ രീതിയിലുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കാരണം എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. 75-80 സീറ്റ് പിടിച്ച് ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.